അപ്പോൾ നമ്മുടെ മൂലമറ്റത്തുള്ള രണ്ടാമത്തെ വീടിൻ്റെ വർക്കും കൂടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന രീതിക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇതും ഒരു ഡബിൾ സൈഡ് മേച്ചിലാണ്, റൂഫിംഗ് ആണ്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, മുന്നമേ നമ്മൾ ചെയ്ത ഒരു വർക്ക് ഉണ്ടായിരുന്നല്ലോ മൂലമറ്റത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കവിടെ 3-4 വർക്ക് നമുക്ക് പുതിയതായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന സൈറ്റാണ് കേട്ടോ, എനിക്ക് പിന്നീട് ഈ കാണുന്ന സൈറ്റാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്ത് തീർത്ത് വന്നിരുന്നത്. അപ്പം നമ്മളിത് അതിന് തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ വർക്കും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടുത്തെ വർക്കും തീരും. അപ്പോൾ ഇതിൻ്റെ റൂഫിങ്ങും പിന്നെ ഒരു സ്റ്റെയർ കേസുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുന്ന് ഒരു 2 വീട് അപ്പുറം മാറിയാണ് നമുക്ക് അടുത്ത വർക്കുള്ളത്. അപ്പം ഇതുപോലെ നല്ല നല്ല വർക്കുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യുന്ന വർക്ക് ഏറ്റവും ഭംഗിയാക്കി ചെയ്യുക എന്ന് മാത്രമേ ഇതിനകത്ത് ഒരു ലക്ഷ്യമുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡബിൾ സൈഡ് മേച്ചിലാണ്. അപ്പോൾ ഞങ്ങളിത് ഷീറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചേരെ. അപ്പം വീണ്ടും നമ്മൾ ഷീറ്റെല്ലാം ഇട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. ഷീറ്റെല്ലാം ഇട്ട് തീർത്ത ശേഷം ഇനി ഇതിൻ്റെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ്. അപ്പോൾ ഒരു 2 ലെയർ ഒരു സേഫ്റ്റി ഹാൻഡ് റെയിൽ പോലെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റെയർ കേസിൻ്റെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഫാബ്രിക്കേഷനെല്ലാം കഴിഞ്ഞ് വെൽഡിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 ലെയർ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീടിന് ഒരു പാരപ്പറ്റ സംഭവങ്ങളൊന്നുമില്ല, കട്ട കൊണ്ടൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് 1.25 സ്ക്വയർ ട്യൂബ് കൊണ്ട് 2 ലെയർ നമ്മൾ ഒരു ഹാൻഡ് റെയിൽ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ പണികളും എല്ലാം നമ്മൾ ഏകദേശം തീർത്തു. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോക്കൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്തേരെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേരെ കേട്ടോ. താങ്ക് യു.